Why? 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 വൈ ദേ ആർ ആസ്കിങ് വൈ. ഇതാണ് നമ്മുടെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കുട്ടികളും നമ്മളുടെ അടുത്ത് പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആണ്. IELTS എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിനർ IELTSന് കുറേ തവണ വൈ ചോദിച്ചു. മിക്ക ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലയിൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ വൈ എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ IELTS സ്പീക്കിങ്ങിൻ്റെ വൈ എന്നുള്ള ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടാവും എക്സാമിനർ വൈ എന്ന് ചോദിക്കേണ്ടാവുക? കുറേ റീസൺസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞേക്കണ ഉത്തരം സ്പെസിഫൈ ആവാത്ത കാരണം കൊണ്ടാവാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഡീറ്റെയിലിംഗ് പാർട്ട് ശരിയല്ലാത്ത കാരണം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വൈ എന്ന് ചോദിക്കേണ്ടാവുക. അതായത് നിങ്ങൾ പറഞ്ഞു നിർത്തുന്നത് പോയിന്റിലേക്ക് റൈറ്റായിട്ട് ഹിറ്റ് ചെയ്യാണ്ടിരിക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ വൈ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻസേഴ്സിന് ഇലാബറേറ്റ് ചെയ്യുക. അതിന് വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 സെൻറ്റൻസ് എങ്കിലും ഒരു ക്വസ്റ്റിന് നമ്മൾ ആൻസർ വരിക. അത് ഫസ്റ്റ് പാർട്ടിലായി കഴിഞ്ഞാൽ തേർഡ് പാർട്ടിലായാലും ഒരു 5 സെൻറ്റൻസ് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ആദ്യം ചോദിച്ചേക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കൺക്ലൂഷൻ സെൻറ്റൻസും കൂടിയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈ എന്നുള്ള ചോദ്യം എക്സാമിനർ പിന്നെ ചോദിക്കില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പ്രശ്നത്തിനെ ഓവർകം ചെയ്യാം.